നമസ്കാരം. ആട്ടം മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആട്ടം മൂവി അഥവാ ഒരു ചെറിയ വലിയ സിനിമ, അതുമല്ലെങ്കിൽ ഒരു നായികയുടെയും കുറേ നായകന്മാരുടെയും ഞെട്ടിക്കുന്ന പെർഫോമൻസ്, അഥവാ ഒരു നായികയുടെയും കുറേ വില്ലന്മാരുടെയും ഞെട്ടിക്കുന്ന പെർഫോമൻസ്. രാജമൗലിയെയും കമലഹാസനെയും ശങ്കറിനെയും ഒക്കെ മലയാള സിനിമയുടെ ഫാനാക്കി മാറ്റുന്ന ആ കാരണം എന്തെന്നറിയണമെങ്കിൽ ആട്ടമൊന്ന് കണ്ടാൽ മതി. ഇപ്പോഴത്തെ ഒരു സൗത്ത് ഇന്ത്യൻ ട്രെൻഡിൽ മൊത്തം സൗത്ത് ഇന്ത്യയും ഞെട്ടിച്ച മലയാള നടൻ എന്ന് പറയുന്നത് ഫഹദ് ഫാസിൽ ആണെങ്കിൽ, ഈ ആട്ടം എന്ന സിനിമയിൽ എല്ലാ മെയിൽ ആക്ടേഴ്സും ഫഹദ് ഫാസിലാണ്. ആകെയുള്ള ഒരു ഫീമെയിൽ ആക്ടർ ആണെങ്കിൽ ഫഹദ് ഫാസിലിന് മേലെ എന്ന് വേണം പറയാൻ. അത്രയ്ക്ക് വിസ്മയിപ്പിക്കുന്ന പെർഫോമൻസ് ആണ് എല്ലാവരുടെയും. ആക്ടേഴ്സ് ഒരു നോട്ടത്തിലൂടെ പോലും കൺവേ ചെയ്യുന്ന ഒരു ഇമോഷൻ പോലും മിസ്സാകുന്നില്ല. അത്രയ്ക്ക് ക്ലാരിറ്റി ഉണ്ട് എല്ലാവരുടെയും പെർഫോമൻസിന്. സത്യത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് ഈ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടുണ്ടായ എക്സൈറ്റ്മെൻറ്റ് എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണം എന്നറിയില്ല. ഒരു സാധാരണക്കാരൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്റ്റിൽ 3ാം സ്ഥാനം കിട്ടിയ ആളുടെ പെർഫോമൻസ് കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുമ്പോൾ 2ാം സ്ഥാനം കിട്ടിയ ആളുടെ പെർഫോമൻസ് കാണുന്നു. അതിനുശേഷം 1ാം സ്ഥാനക്കാരൻ വരാൻ പോകുന്നു എന്നറിയുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും? ഏകദേശം ആ ഒരു രീതിയിലാണ് കഥയിലെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് പോകുന്നത്. എന്ത് മികച്ച കാസ്റ്റിംഗ് ആണ്! സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ്. വലിയ ബഡ്ജറ്റിൽ വന്ന ആടുജീവിതവും പ്രമേയുഗവുമൊക്കെ സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ ആട്ടത്തിൽ തട്ടി വീണു പോകുമോ എന്ന് സംശയിച്ചു പോകും. അത്രയ്ക്ക് ബ്രില്യൻറ്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് സ്ക്രിപ്റ്റ്, മികച്ച ഡയറക്ഷനുമാണ്. ചെറിയ ക്യാൻവാസിലുള്ള സിനിമയാണ്. ഔട്ട്ഡോർ ലൊക്കേഷൻ ഒന്നും തീരെയില്ലെന്ന് പറയാം. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കഥ മുന്നോട്ട് വയ്ക്കുന്ന പുരോഗമന ആശയം തന്നെയാണ്. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സൈക്കോളജിക്കൽ റിയലിസ്റ്റിക് മൂവി. കഥയ്ക്കോ കഥയുടെ ആസ്വാദനത്തിനോ ഒരല്പം പോലും കോട്ടം തട്ടാതെ സംവിധായകൻ അത് അച്ചീവ് ചെയ്തു. അതായത് ആ റിയലിസ്റ്റിക് നേച്ചറിനോട് നീതി പുലർത്തി. എന്നിരുന്നാലും എല്ലാത്തരം പ്രേക്ഷകരെയും ചിത്രം തൃപ്തിപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ന്യൂനപക്ഷം പ്രേക്ഷകർ ചില പോരായ്മകൾ പറഞ്ഞേക്കാം. പേഴ്സണലായിട്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, സത്യസന്ധമായി പറയുകയാണെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മനുഷ്യരുടെ ചെയ്തികൾക്കോ എല്ലാത്തിനും വിശദീകരണങ്ങളും ഉത്തരങ്ങളും ഉണ്ടാവണമെന്നില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിലും ആരും അത് വെളിപ്പെടുത്താൻ തയ്യാറാവുകയുമില്ല. പക്ഷേ എല്ലാവർക്കും അതറിയണമെന്നുള്ള ആകാംക്ഷയും ഉണ്ടാകും. അതായത് ആകാംക്ഷയോടെ കണ്ടിരിക്കുന്ന പ്രേക്ഷകനും ഈ കഥയിലെ ഒരു ഭാഗമാണ്. നമ്മളെല്ലാവരും ആ സാധാരണ മനുഷ്യരിൽ ഒരാളാണ്. അതേപോലെ കഥയിലെ ഈ സംഭവവും ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ദിനംപ്രതി കേരളത്തിലെ തിരക്കേറിയ ബസ്സുകളിലും ട്രെയിനുകളിലും ആൾക്കൂട്ടം നിറഞ്ഞ പൂരപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും ഒക്കെ നടക്കുന്നതാണ്. അവിടെയെല്ലാം നടക്കുന്നതും ഇതുതന്നെയാണ്. അവിടെയെല്ലാം ക്ലൈമാക്സും ഇങ്ങനെ തന്നെയാണ്. നായികയുടെ ആ നോട്ടം എല്ലാവരിലേക്കും വിരൽ ചൂണ്ടുന്നു. ചിത്രത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 4/5. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.